ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനാരായണനോട് വേദ പറയാണ്, എനിക്ക് വിക്രമായിട്ട് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതൊക്കെ കേൾക്കുമ്പോൾ ശങ്കരനാരായണന് സന്തോഷമാവണം കേട്ടോ. അവസാനം അത് തിരിച്ചറിഞ്ഞ് നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ അച്ഛൻ പോയതിന് ശേഷം വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കമൊന്നും കിട്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിക്രമിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ വേദനയോട് കൂടിയിട്ട് ഓർത്തിട്ട് അന്ന് താലി കെട്ടിയതും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. രാത്രി ഒരുപാട് വൈകിട്ട് വിക്രം വരുന്ന സമയത്ത് ശ്രീജയും കമലാമ്മയും കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക്. അന്നേരം വിക്രമ വേദനയെ കുറിച്ചിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയാണ്, ചിലപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിൽ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലേ അമ്മേ എൻ്റെ നെഞ്ച് പിടയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. ഇത് കാണുമ്പോൾ ശ്രീജയ്ക്കും കമലാമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അതിനുശേഷം പിന്നീട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മണപ്പിച്ചുകൊണ്ട് വേദന ആലോചിച്ചിരിക്കുകയാണ്. വേദയ്ക്ക് അമ്പലത്തിൻ്റെ അടുത്ത് വെച്ചിങ്ങാണ്ട് ആ ഒരു മുല്ലപ്പൂവ് ചാർത്തുന്നതൊക്കെ ആയിട്ട് വിക്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. വേദയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു മുല്ലപ്പൂവ് വാങ്ങി വന്നതാണ്. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ കുറിച്ച് ഓർത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.